നെക്സ്റ്റ് ടോപ്പിക്കാണ് മോസ് സർജറി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കോഡ് റേഞ്ച് 17311 to 17315. ആകെ കുറച്ച് കോഡ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്കൊരു സിനാരിയോ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മളതിൻ്റെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് കോഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ എന്താണ് മോസ് സർജറി, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മോസ് സർജറി മീൻസ് ഇറ്റ് ഈസ് എ പ്രിസൈസ് സർജിക്കൽ ടെക്നിക് യൂസ്ഡ് ടു ട്രീറ്റ് സ്കിൻ ക്യാൻസർ. അപ്പോൾ നമ്മൾ ഇൻഡോക്യുമെൻ്ററി സിസ്റ്റമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മോസ് സർജറി ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോസ് സർജറി എന്താണെന്ന് ചോദിച്ചാൽ, സ്കിൻ ക്യാൻസറിന് ചെയ്യുന്ന പ്രിസൈസ് ആയിട്ടുള്ള ഒരു സർജിക്കൽ ടെക്നിക്കാണ് നമ്മൾ മോസ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്കിൻ ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്കിന്നിന് എന്തെങ്കിലും ലീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളൊക്കെ വരുന്നതിനാണ് നമ്മൾ സ്കിൻ ക്യാൻസർ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എക്സിഷൻ വഴി റിമൂവ് ചെയ്യാം. പക്ഷേ ഈ മോസ് സർജറി എന്ന് പറയുന്നത് എക്സിഷൻ പോലത്തെ ഒരു പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ അത് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ്. അതെന്താണ് നമുക്ക് നോക്കാം. ആ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ്സ് അസൈൻ ചെയ്യുന്നത്. ഡ്യൂറിങ് മോസ് സർജറി, തിൻ ലെയേഴ്സ് ഓഫ് ക്യാൻസർ കണ്ടെയ്നിങ് സ്കിൻ ആർ പ്രോഗ്രസീവ്ലി റിമൂവ്ഡ് ആൻഡ് എക്സാമിൻഡ് അണ്ടിൽ ഒൺലി ക്യാൻസർ ഫ്രീ ടിഷ്യൂ റിമെയിൻസ്. അതായത് ഈ ക്യാൻസർ ഒരു ലീഷനാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്കിൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു ലീഷനാണ്, ഒരു കുരു പോലെ എന്തെങ്കിലുമൊക്കെ വരുന്നതാണ്. അതിങ്ങനെ ഓരോ ലെയറായിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ മോസ് സർജറി എന്ന് പറയുന്നത്. കട്ട് ചെയ്തെടുക്കുന്നു, അതെന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പം നമുക്ക് ക്യാൻസറസ് സെല്ലും നോർമൽ സെല്ലും ആ ടിഷ്യൂവിൻ്റെ അകത്ത് കാണും. അങ്ങനെ ഇങ്ങനെ ലെയറായിട്ട് എടുത്തെടുത്ത് വരുന്ന സമയത്ത് ക്യാൻസർ ഫ്രീ ആയിട്ടുള്ള സെൽസ് കാണുമ്പോൾ എന്ത് ചെയ്യും, ആ പ്രൊസീജിയർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താണ്, ഫുള്ളി ക്യാൻസർ ആയിട്ടുള്ള ആ ഒരു ലീഷൻസ് ഫുൾ റിമൂവ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മോസ് സർജറി ഈസ് ഓൾസോ നോൺ ആസ് മോസ് മൈക്രോഗ്രാഫിക് സർജറി. മോസ് സർജറിയെ നമ്മൾ മോസ് മൈക്രോഗ്രാഫിക് സർജറി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് പിക്ക് കാണുന്നത് ഈ വിസിബിൾ ലീഷൻ എന്ന് പറയുന്നത് ഒരു സ്കിൻ ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ലീഷനാണ്. പിന്നെ ഒരു യെല്ലോ കളർ എന്ന് വേണമെങ്കിൽ പറയാം. യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ആ സ്കിൻ ക്യാൻസറിൻ്റെ ഡെപ്ത് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വേര് ഇറങ്ങിയിരിക്കുന്നത് സ്കിന്നിൻ്റെ ഇത്രയും താഴ്ന്ന, അതായത് ഡെർമിസിൽ വരെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഡെർമിസിൻ്റെ കുറച്ച് പോർഷൻസിൽ. അപ്പം ഈ മോസ് സർജറി എന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ റിമൂവ് ചെയ്യും. എന്നിട്ട് മൈക്രോസ്കോപ്പി എക്സാമിനേഷനിൽ വെച്ച് നോക്കുമ്പോൾ സ്കിൻ ക്യാൻസർ, അതായത് ആ ലീഷൻസിൻ്റെ സെൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമൽ സെൽസ് ചിലപ്പോൾ എന്തെങ്കിലും അധികം കാണത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അടുത്ത ലെയർ എടുക്കും. അങ്ങനെ എടുത്തെടുത്ത് ഏറ്റവും അവസാനത്തെ ലെയർ എടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്ന വഴിയിൽ ഒരു ലെയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കാം, അവിടെ നോർമൽ സെൽസ് ആയിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, ആ ക്യാൻസർ സെല്ല് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മോസ് സർജറി ചെയ്യുന്നത്. ഇനി ഈ ലെയർ എടുക്കുമ്പോൾ അതെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ കോഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി മോസ് മൈക്രോഗ്രാഫിക് സർജറിയിൽ നമുക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ യുണീക്ക് പ്രൊസീജിയർ പെർഫോംഡ് ബൈ സർജൻ ഹു ഓൾസോ ആക്ട് ആസ് ദ പാത്തോളജിസ്റ്റ്. അതായത് ഇത് സർജനാണ് ചെയ്യുന്നതെങ്കിലും സർജൻ തന്നെയാണ് പാത്തോളജിസ്റ്റ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മോസ് സർജറി എന്ന് പറഞ്ഞാൽ സ്കിൻ ക്യാൻസറിന് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. സ്കിന്നിൻ്റെ ഒരു ലെയർ എടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അത് മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ക്യാൻസറസ് സെല്ല്, നോൺ ക്യാൻസറസ് സെല്ല് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെൽസ് മൈക്രോസ്കോപ്പി എക്സാമിനേഷനിൽ വെച്ച്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിയിൽ വെച്ച് നോക്കുന്ന ആൾക്കാരെ നമ്മൾ പാത്തോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ സർജൻ തന്നെയാണ് പാത്തോളജിസ്റ്റ്. അതായത് സർജൻ എന്താണ്, സ്കിൻ ലെയർ എടുക്കുന്നു, മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നു, പിന്നെ അടുത്ത ലെയർ എടുക്കുന്നു, മൈക്രോസ്കോപ്പിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പാത്തോളജി ചാപ്റ്ററിൽ നിന്നൊന്നും കോഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്കിൻ ചാപ്റ്ററിൽ നിന്ന് തന്നെ കോഡ് കൊടുത്താൽ മതി. അടുത്തത്, സർജൻ റിമൂവ്സ് ദ ട്യൂമർ ടിഷ്യൂ ആൻഡ് മാപ്പ് ആൻഡ് ദ ട്യൂമർ സ്പെസിമൻ ഇൻ ദ പീസസ് ആൻഡ് എക്സാമിൻ അണ്ടർ മൈക്രോസ്കോപ്പ് ഫോർ പോസിറ്റീവ് മാർജിൻ. അപ്പം ഫസ്റ്റ് ഫിസിഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓരോ ലെയർ എടുക്കുന്നതിനനുസരിച്ച് ആ ലെയറിനെ പീസാക്കും. അതായത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ബ്ലോക്കുകളാക്കും, അല്ലെങ്കിൽ പീസസ് ആക്കും. ആ പീസസിനെ നമ്മൾ ബ്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് ആ ഓരോ ബ്ലോക്കും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനേഷൻ, അതായത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് എക്സാമിനേഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ പോസിറ്റീവ് മാർജിൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പോസിറ്റീവ് മാർജിൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പോർഷൻ പിന്നെ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് താഴേക്ക് പോകാം. അപ്പം നോർമൽ മാർജിൻ കണ്ടെത്തിയാൽ പിന്നെ ആ പോർഷൻ അധികം കട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നോർമൽ സ്കിന്ന് അല്ലെങ്കിൽ നോർമൽ സെൽസ് നശിച്ചു പോകത്തില്ല. നെക്സ്റ്റ്, ഈച്ച് ടൈം ദ സർജൻ റിമൂവ്സ് ദ പോർഷൻ ഓഫ് ട്യൂമർ ഇസ് റെഫേർഡ് ആസ് സ്റ്റേജ്. ഈച്ച് സ്റ്റേജ് ഇസ് മാപ്ഡ് ആൻഡ് ഡിവൈഡഡ് ഇൻ ടു ടിഷ്യൂ ബ്ലോക്ക്. അതായത് ഓരോ പ്രാവശ്യം ലെയർ അല്ലെങ്കിൽ ട്യൂമർ കട്ട് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു. അതായത് ഓരോ പ്രാവശ്യം എടുക്കുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേജ്. ആ സ്റ്റേജ് എടുത്തിട്ട്
ഞാൻ പറഞ്ഞു പീസാക്കുന്നു. ആ പീസാക്കുന്നതിനെ നമ്മൾ ടിഷ്യൂ ബ്ലോക്ക് എന്ന് പറയപ്പെടും. മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. സർജൻ ഓരോ ലെയറായിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ഒരു ലെയർ എടുക്കണമെങ്കിൽ അതൊരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയും. അടുത്ത ലെയർ എടുക്കണമെങ്കിൽ സെക്കൻഡ് സ്റ്റേജ്, അടുത്ത ലെയർ എടുക്കണമെങ്കിൽ തേർഡ് സ്റ്റേജ്, അടുത്ത ലെയർ എടുക്കണമെങ്കിൽ ഫോർത്ത് സ്റ്റേജ്. അതായത് ഒരു ലീഷനിൽ നിന്ന് എത്രത്തോളം ലെയേഴ്സ് എടുക്കുന്നോ ആ ലെയേഴ്സ് ആദ്യം എടുക്കുന്ന ലെയേഴ്സിനെ സ്റ്റേജ് 1 തൊട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഈ സ്റ്റേജ് 1 എടുത്തു, ആദ്യത്തെ ലെയർ എടുത്തു, അപ്പോൾ അതിനെ നമ്മൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞു. അതിനെ കട്ട് ചെയ്ത് പീസാക്കി കഴിഞ്ഞാൽ ആ പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ ബ്ലോക്ക്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി മോസ്റ്റ് മൈക്രോഗ്രാഫിക് സർജറി കോഡ്സ് അറേഞ്ച്ഡ് ബൈ ബോഡി സൈറ്റ്സ് ആൻഡ് ഈച്ച് സ്റ്റേജ് ആൻഡ് അപ് ടു 5 ടിഷ്യൂ ബ്ലോക്ക്. നിങ്ങൾ കോഡ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് സർജറിയിൽ നമുക്ക് മിക്കവാറും തന്നിരിക്കുന്നത് എന്താണ്, ബോഡി സൈറ്റുകൾ വെച്ചിട്ട് നമുക്ക് കോഡ്സ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം അതായത് ഒരു കോഡ് നമുക്ക് എന്താണ് ടിഷ്യൂ ബ്ലോക്കിന് മാത്രമായിട്ടുള്ള നമുക്ക് കോഡ്സും അവൈലബിൾ ആണ്. നമുക്കത് എങ്ങനെയാണ് കോഡ്സ് അസൈൻ ചെയ്യുന്നത് നോക്കാം. ദെൻ ഫൈനലി ആഡ് ഓൺ കോഡ്സ് അവൈലബിൾ ഫോർ അഡീഷണൽ സ്റ്റേജസ് ആൻഡ് അപ് ടു 5 ടിഷ്യൂ ബ്ലോക്സ് ആൻഡ് അഡീഷണൽ ടിഷ്യൂ ബ്ലോക്സ് ബിയോണ്ട് ഇനിഷ്യൽ 5 ബ്ലോക്ക്. ഈ ഒരു പോയിന്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ലെയർ എടുക്കുന്നതിനെ നമ്മൾ സ്റ്റേജ് എന്ന് പറയും, ഓരോ ലെയറിനെ നമ്മൾ പീസാക്കുന്നതിനെ ടിഷ്യൂ ബ്ലോക്ക് എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പം ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഫസ്റ്റ് പിക്കിൽ നമ്മൾ കാണുന്നത്, അതായത് ഈ പിക്കിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ട്യൂമറാണ്. ഈ ട്യൂമറിൽ ഒരു ലെയർ ഫിസിഷ്യൻ കട്ട് ചെയ്തെടുത്തു. ഈ കട്ട് ചെയ്തെടുത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേജ്. ഇതിനെ നമ്മൾ സ്റ്റേജ് എന്നറിയപ്പെടും. ഈ സ്റ്റേജിനെ കണ്ടോ, കട്ട് ചെയ്ത് പീസാക്കി. അതായത് ABCDEF എന്ന് പറഞ്ഞ് പീസാക്കി. ഈ ABCDEFനെയാണ് നമ്മൾ ടിഷ്യൂ ബ്ലോക്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ലെയർ എടുത്തു, ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് ചെയ്തേക്കുന്നത്. ഇതിനെ എന്ത് ചെയ്യുന്നത്, ബ്ലോക്കുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ബ്ലോക്കുകളാണ് ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് പോസിറ്റീവ് മാർജിൻ ഉള്ളത്. അപ്പോൾ എയിൽ കണ്ടോ മാർജിൻ കുറവാണ്, ബിയിൽ മാർജിൻ ഉണ്ട്, സിയിൽ മാർജിൻ ഉണ്ട്, ഡിയിൽ മാർജിൻ ഉണ്ട്, ഇയിൽ മാർജിൻ ഉണ്ട്, എഫിൽ മാർജിൻ ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ഫിസിഷ്യൻ എന്ത് ചെയ്താൽ മതി, ഈ എയും എഫും ഒഴിവാക്കിയിട്ട് ബാക്കി കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ ടിഷ്യൂ ബോഡിയിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ ഇതാണ് മോസ്റ്റ് സർജറിയിൽ ഫിസിഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമുക്കിൻ്റെ കോഡ് ടെക്നിക്ക് നോക്കിയതിന് ശേഷം, കോഡ് എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈ ദ സൈറ്റ് വെയർ ബയോപ്സി ഈസ് ടേക്കൺ. അതായത് നമ്മൾ സ്കിൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞു അല്ലേ. സ്കിൻ ക്യാൻസർ ആണെങ്കിൽ എവിടെയാണ് സ്കിൻ ക്യാൻസർ, സൈറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഫിസിഷ്യൻ പെർഫോം ചെയ്യുന്ന സൈറ്റ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് ആൻഡ് ടിഷ്യൂ ബ്ലോക്സ് ടേക്കൺ ഫ്രം ഈച്ച് സ്റ്റേജ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര സ്റ്റേജ് പ്രൊസീജിയറാണ് ചെയ്തത്, അതായത് എത്ര പ്രാവശ്യം ലെയേഴ്സ് എടുത്തു, അല്ലെങ്കിൽ എത്ര സ്റ്റേജിൽ ചെയ്തു, ഓരോ സ്റ്റേജിലും എത്ര ടിഷ്യൂ ബ്ലോക്ക് വീതമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ കീപ്പ് ഇൻ മൈൻഡ് ഈച്ച് സ്റ്റേജ് നീഡ് ഓൺലി 5 ടിഷ്യൂ ബ്ലോക്സ് ആൻഡ് റിമൈനിങ് ടിഷ്യൂ ബ്ലോക്സ് ആർ ആഡഡ് അറ്റ് ദ എൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് എത്ര സ്റ്റേജ് ഉണ്ടെന്ന് നോക്കുക, ഓരോ സ്റ്റേജിലും എത്ര ടിഷ്യൂ ബ്ലോക്ക് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കോഡ് ബുക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ ഓരോ കോഡിലും അപ് ടു 5 ബ്ലോക്സ് വരെയാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു ലെയർ എടുത്തിട്ട് അതിനെ ടിഷ്യൂ ബ്ലോക്കുകളായിട്ട്, അതായത് ഓരോ ടിഷ്യൂ ആയിട്ട് പീസായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് 5 ബ്ലോക്ക് വരെ മാത്രമേ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. ചിലപ്പോൾ 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം, 10 എടുക്കാം, എത്ര വേണോ എടുക്കാം കേട്ടോ. അത് ഡിപ്പെൻഡ് ഓൺ ഫിസിഷ്യൻസ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ കോഡ് അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോഡിൽ, അതായത് ഫസ്റ്റ് കോഡ് സെക്കൻഡ് കോഡിലും നമുക്ക് അപ് ടു 5 ബ്ലോക്സ് വരെ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ വരുന്ന ടിഷ്യൂ ബ്ലോക്കുകളെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ അവസാനത്തെ ആഡ് ഓൺ കോഡ്സിലാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എക്സാമ്പിൾ. ദാറ്റ് ഈസ് 2 സ്റ്റേജസ് ഓഫ് മോസ്റ്റ് സർജറി ഫോർ എ ലീഷൻ ഓൺ നോസ്. ഫസ്റ്റ് സ്റ്റേജ് 4 ടിഷ്യൂ ബ്ലോക്ക് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് 6 ടിഷ്യൂ ബ്ലോക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സൈറ്റ് കിട്ടും, എത്ര സ്റ്റേജ് കിട്ടും, എത്ര ബ്ലോക്ക് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് സ്പെസിമെൻ എവിടെ നിന്നാണ്, നോസിൽ നിന്നാണ്. ദെൻ 2 സ്റ്റേജാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റേജിൽ 4 ടിഷ്യൂ ബ്ലോക്ക്. അപ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻ പ്രകാരം, അല്ലെങ്കിൽ കോഡ് ബുക്കിലെ കോഡ് പ്രകാരം ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ടിഷ്യൂ ബ്ലോക്കാണ്, മാക്സിമം 5 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ 4 ടിഷ്യൂ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഫസ്റ്റ് കോഡിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ സ്റ്റേജിൽ എത്രയാണ്, 6 ടിഷ്യൂ ബ്ലോക്കാണ്. അപ്പം രണ്ടാമത്തെ സ്റ്റേജിൽ മാക്സിമം എത്ര പാടുള്ളൂ, 5 എണ്ണേ പാടുള്ളൂ. അപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വരും. മനസ്സിലാക്കുക,
ഓരോ സ്റ്റേജിലും മാക്സിമം 5 ടിഷ്യൂ ബ്ലോക്കാണ്. അതെന്തുകൊണ്ട് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഡ് ബുക്കിൽ 5 മാത്രം കൊടുത്താൽ മതി എന്ന് തന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഫിസിഷ്യൻ 5 എടുക്കാൻ പാടുള്ളൂ അന്നങ്ങനെയൊന്നുമില്ല. കോഡ് ബുക്കിൻ്റെ അത് തന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ 4 ടിഷ്യൂ ബ്ലോക്കേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ട, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് സ്റ്റേജിൽ 6 ചെയ്തിട്ടുണ്ട്, പക്ഷേ 5 ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഒരു എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്ത നിങ്ങൾ ഒരിക്കലും ഇവിടെ 5 ഉള്ളൂ, ഈ ഒരു എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിന് കൊടുക്കാം എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് സ്റ്റേജിൽ എത്ര എടുത്തിട്ടുണ്ടോ അത്രേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് 5 ഉണ്ടെങ്കിൽ 5, 6 ഉണ്ടെങ്കിൽ 6, 3 ഉണ്ടെങ്കിൽ 3, താഴ്ന്ന അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് എടുത്ത് 2 മുകളിൽ കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 17311, 17312. നിങ്ങൾ കോഡ് ബുക്ക് ഓപ്പൺ ചെയ്യുക. 17311 അനാട്ടമിക്കൽ സൈറ്റ് നോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അത് എത്ര സ്റ്റേജാണെന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഒരു സ്റ്റേജിന് നമ്മൾ 1731311 എന്നുള്ള കോഡാണ് കൊടുക്കുന്നത്. ഈച്ച് അഡീഷണൽ സ്റ്റേജിന് 17312 കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ 5 ടിഷ്യൂ ബ്ലോക്ക് വരെ ആയി, രണ്ടാമത്തെ സ്റ്റേജിൽ 5 ടിഷ്യൂ ബ്ലോക്ക് വരെ ആയി. ഇനി ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബ്ലോക്ക് ഉള്ളത് ഏറ്റവും അവസാനത്തെ കോഡാണ്, ആഡ് ഓൺ കോഡായിട്ടുള്ള 17315 എന്നുള്ള കോഡ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് എക്സ്ട്രാ 5 ബ്ലോക്സ് എക്സ്ട്രാ വരുന്ന ടിഷ്യൂ ബ്ലോക്ക് എല്ലാം കൂടെ പറക്കിയെടുത്ത് ഏറ്റവും അവസാനത്തെ കോഡായിട്ട് ആഡ് ചെയ്യുക. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 2 സ്റ്റേജസ് ഓഫ് മോസ് സർജറി ഫോർ ലീഷൻസ് ഓൺ സ്കാൽപ്പ്. ഫസ്റ്റ് 7 സ്റ്റേജ് ടിഷ്യൂ ബ്ലോക്ക് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് 6 ടിഷ്യൂ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് അനാട്ടമിക്കൽ ലൊക്കേഷൻ സ്കാൽപ്പ് എന്ന് കിട്ടി. 2 സ്റ്റേജാണ്, അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ 7 ടിഷ്യൂ ബ്ലോക്ക്. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ മാക്സിമം 5 പാടുള്ളൂ, 2 ടിഷ്യൂ ബ്ലോക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ 6 ടിഷ്യൂ ബ്ലോക്കാണ്, മാക്സിമം 5 ഒരെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ എത്ര ടിഷ്യൂ ബ്ലോക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2 + 1 3. ദാറ്റ് ഈസ് എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്സ് ആർ 2 + 1 = 3. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ 2 എക്സ്ട്രാ വന്നിട്ടുണ്ട്, സെക്കൻഡ് സ്റ്റേജിൽ 1 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സ്ട്രാ വരുന്ന ടിഷ്യൂ ബ്ലോക്കുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി സെപ്പറേറ്റ് കൊടുക്കുക. അപ്പം കോഡ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ 17311, 17312, 17315 × 3. കാരണം ഈ × 3 എന്തിനാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തിനാണ്, ലാസ്റ്റ് വരുന്ന കോഡ് ആഡ് ഓൺ കോഡാണ്. കോഡ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് കോഡ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു × 3 വന്നേക്കുന്നത് എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്കാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വന്നേക്കുന്നത് 2 എക്സ്ട്രാ ആണ്, സെക്കൻഡ് സ്റ്റേജിൽ 1 എക്സ്ട്രാ ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൊത്തം കൂടെ കൂട്ടിയിട്ട് എക്സ്ട്രാ വരുന്ന ടിഷ്യൂ ബ്ലോക്കുകളെല്ലാം കൂടെ 17315 എന്നുള്ള കോഡിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കോഡിംഗ് സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത്തിരി കൂടെ ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എളുപ്പമാണ്. മോസ് സർജറി എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അനാട്ടമിക്കൽ ലൊക്കേഷൻ നോക്കുക, സ്റ്റേജ് നോക്കുക, ഓരോ സ്റ്റേജിൽ എത്ര ടിഷ്യൂ ബ്ലോക്ക് എടുത്ത് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കേണ്ട മിടുക്ക് നിങ്ങളുടെ കയ്യിലാണെന്ന് ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ: ദ ഫിസിഷ്യൻ റിമൂവ്സ് എ ട്യൂമർ ഫ്രം ദ പേഷ്യൻസ് നെക്ക് യൂസിങ് മോസ് മൈക്രോഗ്രാഫിക് സർജറി ടെക്നിക്. During first stage, the physician take 4 tissue block and reviews them under a microscope. The exam of the tissue block reveals second stage is necessary to remove areas where the tumor still present. The physician removes 2 additional tissue blocks. What are the appropriate CPT codes for reporting the procedure? ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പ്രൊസീജിയർ അല്ലേ. പ്രൊസീജിയർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് മോസ് മൈക്രോഗ്രാഫിക് സർജറി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാവും ഈ ഒരു ഏരിയ ആണെന്നല്ലേ. അടുത്ത നോക്കുക, അനാട്ടമിക്കൽ ലൊക്കേഷൻ കിട്ടി, നെക്ക്. ഇനി എത്ര സ്റ്റേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജും ഉണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റേജ് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ടിഷ്യൂ ബ്ലോക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ടിഷ്യൂ ബ്ലോക്ക്. അപ്പോൾ 4 ടിഷ്യൂ ബ്ലോക്ക് എടുത്ത് നോക്കിയതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജ് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ ആവശ്യം, അതായത് ഇറ്റ് ഈസ് നെസസറി ടു റിമൂവ് ഏരിയാസ്, ആവശ്യമുണ്ടെന്ന് വിചാരിച്ചല്ല, ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് സ്റ്റേജ് എടുത്തു. എന്നിട്ട് 2 അഡീഷണൽ ബ്ലോക്ക് എക്സ്ട്രാ എടുത്തെന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ദ ഫിസിഷ്യൻ റിമൂവ്സ് 2 അഡീഷണൽ ടിഷ്യൂ ബ്ലോക്ക്, 2 ടിഷ്യൂ ബ്ലോക്ക് എക്സ്ട്രാ എടുത്തു എന്നാണ് പറയുന്നത്. സ്പെസിമെൻ ഫ്രം നെക്ക് 2 സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജിൽ 4 ടിഷ്യൂ ബ്ലോക്ക്, സെക്കൻഡ് സ്റ്റേജിൽ 2 ടിഷ്യൂ ബ്ലോക്ക്. അപ്പം നമുക്ക് എല്ലാം കൂടെ വരുമ്പോൾ ആൻസർ നോ എക്സ്ട്രാ ടിഷ്യൂ ബ്ലോക്കാണ്. 17311, 17312. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസേഴ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പാനിക് ആകരുത്. നേരെ ഡയറക്റ്റായിട്ട് മോസ് സർജറിയാണ്. ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെയാണ്, സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെയാണ്, മോസ് സർജറി ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാലും നമുക്കിത് ഈസി ആയിട്ട് കോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കോഡ്സ് അസൈൻ ചെയ്യാൻ. ഓക്കെ.